ആൺകുട്ടികൾ മാത്രമല്ല ഒരു പെൺകുട്ടി പോലും ഇല്ലാത്ത ഒരമ്മയുടെ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. എന്റെ സ്വന്തം എക്സ്പീരിയൻസ് എന്നാട്ടോ പറയുന്നത്. അതിലെ നിങ്ങൾ ആരെങ്കിലും പെൺകുട്ടികൾ മാത്രമുള്ള അമ്മോട് ഒന്നുകൂടി ശ്രമിച്ച ഒരു ആൺകുട്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു പ്രസവം നിർത്തണ്ട, ഒരു പെൺകുട്ടിയും കൂടി വേണ്ടേ, ഒരു പെൺകുട്ടി ഉണ്ടെങ്കിലേ ലൈഫ് കംപ്ലീറ്റ് ആവുള്ളൂ, അങ്ങനെ പല കാര്യങ്ങളും കേട്ടു. ഇതിലൊക്കെ ഞാൻ പലപ്പോഴും വീണ് പോയിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്കൊരു പെൺകുട്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എനിക്ക് തോന്നും ഇത് ശരിയാണല്ലോ, ഒന്നും കൂടി നോക്കണോ. പക്ഷേ ഞാൻ എൻ്റെ 9 വയസ്സുള്ള മൂത്ത ആൺകുട്ടിയുടെയും 5 വയസ്സുള്ള രണ്ടാമത്തെ ആൺകുട്ടിയുടെയും വെളിച്ചത്തിൽ നിന്ന് പഠിച്ചെടുത്ത കുറച്ച് കാര്യങ്ങൾ പറയാം. അതിപ്പോ എല്ലാവർക്കും അങ്ങോട്ട് ദയിച്ചോളണമെന്നൊന്നുമില്ല കേട്ടോ. ഈ ആൺകുട്ടികൾ മാത്രം ഉണ്ടാകുന്ന ഒരു ലൈഫ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാട്ടോ. ഭയങ്കര കളർഫുൾ ആണ്. ഇവരുടെ 3 പേരുടെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, ഒരു രാജകുമാരിയെ. എന്താ കാരണം? എല്ലാവരും കൂടി എന്നെ സ്നേഹിച്ചോളുന്നേ. കാരണം ഞാനാണല്ലോ ഇവരുടെ ആകെയുള്ള ഒരു പെൺതരി. അതേനേ, എനിക്ക് നല്ല പ്രയോറിറ്റി കിട്ടാറ്. നമ്മൾ പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോ ഉണ്ടല്ലോ, എനിക്ക് നല്ല സമാധാനം കിട്ടാറുണ്ട്. ഇവർക്ക് എന്താ വാങ്ങാനുള്ളത്? ആകെ ഒരു ട്രൗസറോ ഒരു പാന്റോ ടീഷർട്ടോ ഷർട്ടോ, ഇതിൽ കൂടുതൽ ഓപ്ഷൻസ് ഒന്നും ഇവർക്ക് അവൈലബിൾ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത കളറൊക്കെ നോക്കിയിട്ട് ഒരെണ്ണം തപ്പി പിടിച്ചാൽ മതി. സോ ഇവർക്ക് വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തന്നെ ബാക്കിയുള്ള സമയം മൊത്തം യൂസ് ചെയ്യാം. മാത്രമല്ല വാർഡ്രോബൊക്കെ എനിക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് വെക്കാം. എന്റെ ഡ്രസ്സുകൾ മാത്രം വെക്കാം. കാരണം ഇവർക്ക് അതിനു വേണ്ടി മാത്രം സ്പേസ് ഒന്നും വേണ്ടല്ലോ. പുറത്തോട്ടൊക്കെ പോകുമ്പോൾ വാഷ്റൂം കൊണ്ടുപോകുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര സമാധാനം തോന്നാറുണ്ട് കേട്ടോ. കാരണം ഇവരെ അച്ഛന്റെ കൂടെ അങ്ങോട്ട് വിട്ടാൽ മതി, ആൺകുട്ടികളാണല്ലോ. വീട്ടിലെ വാഷ്റൂം യൂസ് ചെയ്യാനും നല്ല സുഖമാണ്. താഴത്തൊന്നും മൂത്രമൊഴിച്ചിട്ട് അതൊന്നും കേടാക്കില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ ഏന്തി വലിഞ്ഞിട്ടാണെങ്കിലും അവര് നേരെ ടോയ്ലറ്റിലോട്ട് തന്നെ മൂത്രമൊഴിച്ചോളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്കില്ലേ ഈ തൃശ്ശൂർ പൂരം ലൈവായിട്ട് വീട്ടിലിരുന്ന് കാണാം. ഈ പാറമേക്കാവും തിരുവമ്പാടിയൊക്കെ നടത്തുന്ന വെടിക്കെട്ടിന്റെ അപ്പുറം പോവും ഇവരുടെയൊക്കെ തല്ലുകൂട്ടും. സംഭവം ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ പെൺകുട്ടികളുടെ അമ്മമാരെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല കേട്ടോ. എനിക്ക് കിട്ടുന്ന കുറച്ച് പ്രിവിലേജസും കാര്യങ്ങളൊക്കെ പറയാണ്. ഞാന് 2 പെൺകുട്ടികളുള്ള ഒരു അച്ഛന്റെയും അമ്മയുടെയും മകളായിട്ടാണ് ജനിച്ചത്. അപ്പോൾ ഈ 2 പെൺകുട്ടികൾ ഉണ്ടായുള്ള കാര്യങ്ങളും എനിക്കറിയാം. 2 പെൺകുട്ടികളുള്ള ഒരു വീട്ടില് ഒരു അച്ഛന് എത്രത്തോളം പ്രിഫറൻസ് കൂടുതൽ കിട്ടുന്നോ അതേപോലെ തന്നെയാണ് 2 ആൺകുട്ടികളുള്ള ഒരു വീട്ടില് അമ്മയ്ക്ക് കിട്ടുന്ന പ്രിഫറൻസ്. സംഭവം എന്താന്ന് വെച്ചാൽ ഞാൻ എല്ലാ കാര്യത്തിനും അച്ഛനായിരുന്നു ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛാ എനിക്കത് വേണം, അച്ഛാ എനിക്കിത് വേണം, അച്ഛാ എനിക്ക് അങ്ങോട്ട് പോകണം, അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. എല്ലാ കാര്യത്തിലും എന്നെയാണ് പറയാ. അമ്മ എനിക്ക് അങ്ങനെ വേണം, അമ്മ എനിക്ക് ഇങ്ങനെ വേണം, എല്ലാ കാര്യം എന്നോടാ പറയാ. കണ്ടോ, ആ കിട്ടുന്ന ഒരു പ്രിഫറൻസിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതൊക്കെ കേട്ടിട്ട് മോന്റെ കല്യാണം കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും, ഇതൊക്കെ നിന്നോളും എന്ന് പറയുന്നവരോട് ഞാൻ ഇവരോട് കല്യാണം കഴിഞ്ഞാൽ മാറി താമസിക്കാൻ പറയും. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാവും, അപ്പോൾ പ്രശ്നങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ സമീപനം അനുസരിച്ചിട്ടിരിക്കും. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് എന്ന് കമന്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും, അത് ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ ഉള്ള അമ്മമാരുടെ സജഷൻസ് പോന്നോട്ടെ. ബൈ.